നീ എന്താ ആലോചിച്ചിരിക്കണേ? പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തപ്പോ മുതൽ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഏയ്, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. നമ്മൾ പൊരുത്തപ്പെട്ടു പോവില്ല. ഇങ്ങനെ വഴക്ക് കൂടി തീർക്കാനുള്ളതല്ല ജീവിതം. രണ്ടുപേർക്കും ലോട്ട്സ് ഓഫ് ആംബിഷൻസ് ഉണ്ട്, ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതിന് സെപ്പറേഷനാ നല്ലത്. നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരും. നമുക്കല്ല, നിനക്ക് മാത്രം തെറ്റിയിട്ടില്ല എന്ന്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ 5 വർഷം വേണ്ടി വന്നു. നിന്റെ ഭാഷ പറഞ്ഞാല് ഈ പടവെട്ടി സ്പോയിൽ ചെയ്ത 5 years. എല്ലാം നല്ലതിനാ. ഞാനിവിടെ ഉണ്ട്. സാറിവിടെ ഉണ്ടായിരുന്നോ? എന്താ? അല്ല, ഞാനിവിടെ മുറിയൊക്കെ തൂത്തുവരാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 1000 രൂപ തരുമോ? കാശ് എന്തിനാ വേണ്ടേ? എന്തിനാന്ന് ചോദിച്ചാ, എന്റെ സാറേ, കാര്യം ഇപ്പൊ ഈ ഫ്ലാറ്റിൽ ആരോട് ചോദിച്ചാലും എനിക്ക് 1000 രൂപ തരും. പക്ഷെ ഞാൻ നിലമേലെയുള്ളവരുടെ നിന്ന് മാത്രം പൈസ മേടിക്കുള്ളൂ. സാർ ഈ ശരീരം പോലെ നല്ല നിലമേലെയുള്ള ആളാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടാ ചോദിച്ചേ. അപ്പൊ നന്നെടുത്തോ. 1000 ആക്കണ്ട, 2000 എടുത്തോ. സാറിന് ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ. ഇപ്പൊ ചത്തിരിക്കണെന്ന് ദൈവം തമ്പുരാൻ പോലും പറയൂല. എത്ര നേരം ഇതിനിവിടെ വെച്ചോണ്ടിരിക്കും? പിടക്കാണ്ടിരിക്കണ ടൈം വീട്ടിൽ കൊണ്ടാക്കാം. ബോഡിയോ? അയ്യോ, ചത്തകാരം പെട്ടെന്ന് മറന്നു. ഇനി എന്ത് ചെയ്യും കുഞ്ഞാ? ഒരു ഐഡിയ ഉണ്ട്. എന്താ? അല്ല, വേണ്ടത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾക്ക് ചിലപ്പോ വേദനിക്കും. അല്ല, ടോട്ടലി ആർക്കും വേദനിക്കരുതല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിവിടേക്ക് ഞാൻ പുറത്ത് സിറ്റുവേഷൻ നോക്കിട്ട് വരാം. ഞങ്ങളോട് ഒറ്റയ്ക്കുള്ള? നിങ്ങൾ ഒറ്റക്കല്ലോ, ഇവിടെയൊരു കമ്പനിക്ക്. ഇവിടെ ചത്ത് കമ്പനി കൊടുക്കുന്ന ആളല്ലേ. കമ്പനി കൊടുക്കണം കേട്ടോ. ഇവിടെ മനുഷ്യന്റെ സമാധാനം ആകെ പോയി. സാധനാവത്തിരിപ്പുണ്ട്. വെള്ളം കൊണ്ടുപോവാ, വെള്ളം കൊണ്ടുപോന്ന് സൂര്യൻ തന്നില്ല. എടി, നീ അതല്ല അതിനപ്പുറവും പറയും. എന്റെ കൊച്ചെ, നിനക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നുമില്ലേടി? ഈ നേരത്തെ 4 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മനസ്സ് നന്നാവൂടി, മനസ്സ് നന്നാവും. അപ്പാവി അഭിപ്രായമൊന്നും പറഞ്ഞില്ല? ഒന്നും പറയല്ല, സൂപ്പർ സാധനം. വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം ഞാനായിട്ട് നിങ്ങളുടെ വിധം പോക്കറ്റിൽ കൃത്യമായിട്ട് തരുകയും ചെയ്യും. കുഞ്ഞാ, ഇതൊരല്പം റിസ്ക് ആണ്. എന്തിലും ഇത്തിരി റിസ്കും തരികട കാണിച്ചാലേ ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ളവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണല്ലോ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ചെറിയൊരു തരി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം. കാശ് വേണോ വേണ്ടേ? അത് വേണം. എന്ന് എന്റെ കൂടെ നിക്ക്. ഇത് പിടി. ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനൊരു ബുദ്ധിമോശം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ മദ്യം കൊടുക്കത്തില്ലായിരുന്നു. അതല്ല, ഇത്രയും വലിയ സംഭവവികാസം നടന്ന സ്ഥിതിക്ക് ഈ ഡോർ മിനിമം ലോക്ക് ചെയ്തോടെ. പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലോ മക്കളെ. പെട്ടുപോകുമല്ലോ. അപ്പൊ അത് കുഞ്ഞ് എന്നോടെല്ലാം പറഞ്ഞിരുന്നു. നമുക്കതനുസരിച്ച് നീങ്ങല്ലേ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അകത്ത് വെക്കോ. അത് ഞാൻ ഡീൽ ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഡീൽ ചെയ്തു.
എന്താ തുറക്കാൻ ഇത്ര താമസം? ആരാ? നമ്മളാരാണാവോ? സ്ഥലം SP-യാ. യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കുരുവിള നീ ചെല്ല്. കുരുവിള അച്ഛനാ അപ്പായിക്ക് മനസ്സിലായില്ലേ? ഡാഡിയുടെ മാനേജറാണ്. ഓ ഇങ്ങോട്ട് മാറ. നമസ്കാരം. അതൊന്നും തോന്നരുത്. പിള്ളേര് പഠിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുന്ന് കരുതി ആരെയും മുറിക്കാത്തോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ടാ ഞാനൊരു ഫയൽ എടുക്കാൻ വന്നതാ. ഞാൻ എടുത്തരാം. എവിടെ ഇരിക്കണത്? ആദ്യം ഒന്ന് ഇരിക്കട്ടെ. എന്നാ മുടിഞ്ഞ ഹർത്താല, വഴിതടയിലും ബഹളവും. ഒരു പ്രകാരത്തിനാ ഇവിടെ എത്തിക്കിട്ടിയത്. പിള്ളേര് നല്ല പഠിത്തമാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാ. ഇങ്ങനെ ഉറക്കം വരാതിരിക്കാനേ ബീർ ഫസ്റ്റാ. ഇതേതാ ഈ കാലം? എന്റെ എക്സ്ട്രാ സെക്യൂരിറ്റി അല്ലേ, അപ്പൊ ഈ നിന്ന് കാല് കളിക്കുമ്പോ പകരം വെക്കാൻ വേണ്ടി. ഒന്ന് മാറിക്കേ. ഇതേതാ ഈ കുട്ടി? ഇതോ ഇത് പഠിപ്പിക്കാൻ വന്നാ. അല്ല, ഇവരോടൊപ്പം കൂട്ടുചേർന്ന് പഠിക്കാൻ വന്നതാ. ഇന്നലെ മുഴുവൻ രാത്രി ഉറക്കളച്ചിരുന്ന് പഠിത്തമായിരുന്നു. അതിന്റെ ക്ഷീണം. ഹലോ. അതെ, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. അതുകൊണ്ടാ. എന്താ കുട്ടിയുടെ പേര്? അരുണ. അരണേ? അരുണയല്ല, അരുണ. ഈ രുക്മിയുടെ രൂ ഇങ്ങനെ ചുറ്റിക്കെട്ടി. അത് ഈ കുട്ടി പറയില്ലേ? ഭയങ്കര നാണക്കാരിയാ. പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണോ? ഇയാളെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാൻ അപ്പാവി, ഞാനല്ല ഡോർ വന്ന് സാറിനെ എടോ, ഈ കുട്ടിയടോ? ഈ കുട്ടി ഈ കുട്ടിയുടെ ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലല്ലേ? ഡപ്മാഷ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ജേക്കബേ, ഒരു ചായ ഇട്. പാലില്ല. കട്ടൻ മതി. വെള്ളമില്ല. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങിക്കോട്ടെ. അല്ല, പോകാൻ ധൃതി. എനിക്ക് ഒരു ധൃതിയില്ല. മക്കളെ, ഓടി വാടാ. എന്താ ചേട്ടാ? ഈ സാറ് കാണിച്ച പണിയുണ്ടോ? ഞാനെന്ത് കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അടുത്തിരുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ മടിയിലേക്ക് വന്നു വീണു. പിന്നെ ചുമ്മാ അടുത്തിരുന്ന അവരുടെ കുട്ടി കമന്നടിച്ച് വീഴല്ലേ? ഇതൊന്നുമല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചെയ്തു. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേസ് വേറെയാണ്. പഠിക്കാൻ വന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പുറത്താരെങ്കിലും പറഞ്ഞ കാര്യം കൈവിട്ടു പോകും. പത്രത്തിൽ പണം വരും. ജേക്കബേ, നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് ഡാഡിയെ വിളിക്കണം. അദ്ദേഹം അറിയട്ടെ ഈ കാമഭ്രാന്തന്റെ സ്വരൂപം. ആരെയും വിളിക്കണ്ട. ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ടിട്ടുമില്ല. അപ്പൊ ഫയൽ വേണ്ടേ? വയറിൽ പടം വരാനിരിക്കുമ്പോഴാ അവന്റെ ഒരു ഫയല്. മാറണ ഒഴിവായി.